ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 2025ലെയും 2026ലും ചോദിച്ചിട്ടുള്ള +2 ലെവലും അതുപോലെ തന്നെ 10th ലെവലൊക്കെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ പുതിയ ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറേ ഓൺലൈൻ എക്സാം ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലെയും എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങളിത് അറ്റൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ടം വിളംബരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ്? ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? കേരളത്തിലെ വിമോചന സമരം എന്തിനുള്ള പ്രതികരണമായിരുന്നു? ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കെതിരെയുള്ള എന്തായിരുന്നു പ്രതികരണമാണ് വിമോചന സമരം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി പറയുന്നവ ശരിയായി പൊരുത്തപ്പെടുത്തുക. ഒന്ന് ചെയ്ത് നോക്കിയേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മാൽവെയർ, വൈറസ്, സ്പാമിങ്, ഇമെയില്, സൈബർ നിയമം, സൈബർ കുറ്റകൃത്യം, ഫിഷിംഗ്, ഡാറ്റ മോഷ്ടിക്കൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരളത്തിലെ നെൽകൃഷി സീസണുകളിലായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? കേരളത്തിലെ നെൽകൃഷി സീസണുകളിലായി നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏതിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. റിസോഴ്സ് മോണിറ്ററിങ്ങിനുള്ള റിമോട്ട് സെൻസിങ്, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരളത്തിലെ നെൽകൃഷി സീസണുകളിലായിട്ട് നിരീക്ഷിക്കുന്നതിന് ഉപഗ്രഹങ്ങൾ ചിത്രങ്ങൾ യൂസ് ചെയ്യുന്നു. അതെന്തിന് ഉദാഹരണമാണ്? റിസോഴ്സ് മോണിറ്ററിങ്ങിനുള്ള റിമോട്ട് സെൻസിങ്. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ബി മാനോമീറ്റർ ആണ് കേട്ടോ. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മാനോമീറ്റർ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ഹാലജനുകളാണ് കേട്ടോ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്താണ്? ഹാലജനുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെൻറ്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ. ഓപ്ഷൻ ബി വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? VR രാമകൃഷ്ണൻ അല്ലെങ്കിൽ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാരെ വെണ്ണീച്ചനെന്ന് വിളിച്ചു, സഹോദര സംഘം സ്ഥാപിച്ചു, മോക്ഷപ്രദീപം ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്, സ്വാമിത്തോപ്പിൽ ജനിച്ചു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 4ഉമാണ് കേട്ടോ. 1ഉം 4ഉമാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന. ബ്രിട്ടീഷുകാരെ വെണ്ണീച്ചനെന്ന് വിളിച്ചു, സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമേത്? ഓപ്ഷൻ സി ജപ്പാനാണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയായ രാജ്യമേതാണ്? ജപ്പാൻ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? ഓപ്ഷൻ ബി സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്തെയാണ് കേട്ടോ. കേരള സംഗീതത്തിൻ്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? സ്വാതി തിരുനാൾ. താഴെ പറയുന്നവരിൽ 1932 ഗാന്ധി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? 1932 ഗാന്ധി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ഗ്യാൻ ശ്യാംദാസ് ബിർളയാണ് കേട്ടോ. ഗ്യാൻ ശ്യാംദാസ് ബിർളയാണ് 1932 ഗാന്ധി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ചാറ്റ് GPT പൂർണ്ണരൂപം ഏതാണ്? ചാറ്റ് GPT പൂർണ്ണരൂപം. ഓപ്ഷൻ ബി ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നുള്ളതാണ് കേട്ടോ. ചാറ്റ് GPT പൂർണ്ണരൂപം എന്താണ്? ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗിഗ് എക്കണോമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗിഗ് സമ്പദ് വ്യവസ്ഥ ഒരു സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനമാണ്. മാത്രമല്ല ഓൺലൈൻ മാർക്കറ്റ് സംവിധാനം കൂടിയാണ്. താൽക്കാലികമായോ അല്ലെങ്കിൽ പാർട്ട് ടൈം വിഭാഗത്തിലോ ആണ് ഈ മേഖലയിൽ ജോലിക്ക് ആളുകളെ നിയമിക്കുന്നത്. മികച്ച ശമ്പള വേതന വ്യവസ്ഥകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി നിലനിൽക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. എയും ബിയും മാത്രമാണ് നമ്മുടെ ഗിഗ് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഗിഗ് സമ്പദ് വ്യവസ്ഥ ഒരു സ്വതന്ത്ര മാർക്കറ്റ് സംവിധാനമാണ്. മാത്രമല്ല ഓൺലൈൻ മാർക്കറ്റ് സംവിധാനം കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ഗിഗ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. താൽക്കാലികമായോ അല്ലെങ്കിൽ പാർട്ട് ടൈം വിഭാഗത്തിലോ ആണ് ഈ മേഖലയിൽ ജോലിക്ക് ആളുകളെ നിയമിക്കുന്നത്. നമ്മുടെ സ്വിഗ്ഗി, സൊമാറ്റോ അതൊക്കെ എന്താണ്, ഈ സ്വിഗ്ഗി, സൊമാറ്റോ അതൊക്കെ എന്താണ്, ഈ ഒരു ഗിഗ് ഇത് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ 10th SCERT ഇത് എടുത്തൊരു ബോക്സിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഗിഗ് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. എയും ബിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബിൽ 2023 പാർലമെന്റിൽ നടപ്പിലാക്കിയത്? ഓപ്ഷൻ എ 106 ഭേദഗതി. താഴെ പറയുന്നതിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വനിതാ സംവരണ ബിൽ 2023 പാർലമെന്റിൽ നടപ്പാക്കിയത്? 106 ഭരണഘടനാ ഭേദഗതി വഴി. 1917 ബാൽഫർ പ്രഖ്യാപനം താഴെ പ്രസ്താവിച്ച ഏത് സംഭവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ഡി ജൂതരാഷ്ട്ര രൂപീകരണവുമായിട്ടാണ് ബാൽഫർ പ്രഖ്യാപനം ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വർഷം ഒന്ന് ഓർത്തിരിക്കണേ. 1917 ബാൽഫർ പ്രഖ്യാപനം നടക്കുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ജൂതരാഷ്ട്ര രൂപീകരണവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിന് രൂപം നൽകിയ സാമൂഹിക പരിഷ്കർത്താവായ കർത്താവ് ആരാണ്? സുഗുണവർദ്ധിനി എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ആണ് കേട്ടോ. സുഗുണവർദ്ധിനി എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ എ കേരളവർമ്മ മഹാരാജാവാണ് കേട്ടോ. ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി ആരായിരുന്നു? കേരളവർമ്മ മഹാരാജാവ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാറിലേറ്റ കനത്ത തിരിച്ചടികളിൽ ഒന്നായി വില്യം ലോഗൻ രേഖപ്പെടുത്തിയ സംഭവം ഏതാണ്? ഓപ്ഷൻ ഡി പനമരം കോട്ട ആക്രമണമാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാറിലേറ്റ കനത്ത തിരിച്ചടികളിൽ ഒന്നായി വില്യം ലോഗൻ രേഖപ്പെടുത്തിയ സംഭവം ഏതാണ്? പനമരം കോട്ട ആക്രമണം. ഭരണഘടനയുടെ അടിസ്ഥാന കടമകളുടെ പട്ടികയിലെ ആർട്ടിക്കിൾ 51A പെടാത്തത് ഏതാണ്? ആർട്ടിക്കിൾ 51A പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടന അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക, രാജ്യത്തെ സംരക്ഷിക്കുകയും ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം നൽകുകയും ചെയ്യുക, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ധാർമ്മിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുക, നമ്മുടെ സംയോജിത സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3 മാത്രമാണ് ഇതിൽ പെടാത്തതായിട്ട് നിൽക്കുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 51A പെടാത്തത്. ബാക്കി നോക്കൂ. ഭരണഘടന അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക, രാജ്യത്തെ സംരക്ഷിക്കുകയും ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം നൽകുകയും ചെയ്യുക, നമ്മുടെ സംയോജിത സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുക മുതലായവയാണ് ആർട്ടിക്കിൾ 51A അതായത് മൗലിക കടമകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ ഏത് സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സ്വയം സഹായ ശൃംഖലകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി കുടുംബശ്രീ മിഷനെയാണ്. കേരളത്തിലെ ഏത് സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സ്വയം സഹായ ശൃംഖലകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നത്? കുടുംബശ്രീ മിഷൻ. രോഗത്തെ അവയുടെ രോഗകാരിയായ പരാതവുമായി പൊരുത്തപ്പെടുത്തുക. നോക്കിക്കേ ഒന്ന് കിട്ടുമെന്ന്. സിഫിലിസ് ട്രിപ്പനീമ പല്ലിടമാണ്. വില്ലൻ ചുമ ഏതാണ് രോഗകാരി? ബോർഡറ്റെല്ല പെർട്ടൂസിസ് ആണ്. പ്ലേഗ് ഏതാണ്? യെർസീനിയ പെസ്റ്റിസ് ആണ്. ചിക്കൻ ബോക്സ് ആണെങ്കിലോ വേരിസെല്ല സോസ്റ്റർ ആണ്. സ്ലീപ്പിംഗ് സിക്നസ് ഏതാണ്? ട്രൈപ്പനോസോമ ഗാംബിയൻസ്. ഇതാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? സിഫിലിസ്,
ട്രിപ്പനീമ പല്ലിടം, സിഫിലിസിൻ്റെ രോഗകാരി ഏതാണ്? ട്രിപ്പനീമ പല്ലിടം. അതുപോലെ തന്നെ വില്ലൻ ചുമയുടെ ഏതാണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. പ്ലേഗ് ആണെങ്കിലോ നമുക്കറിയാം യെർസീനിയ പെസ്റ്റിസ്. ചിക്കൻ ബോക്സിൻ്റെ രോഗകാരിയാണ് വേരിസെല്ല സോസ്റ്റർ വൈറസ്. അതുപോലെ തന്നെ സ്ലീപ്പിംഗ് സിക്നസ് ഏതാണ്? ട്രൈപ്പനോസോമ ഗാംബിയൻസ്. നദീസമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? നദീസമതലങ്ങളിൽ നിന്നും എത്രയാണ്? ഓപ്ഷൻ സി 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. നദീസമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. നീർത്തടങ്ങൾ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ചെയ്തേ. ദശവർഷ പദ്ധതി ഏതാണ്? എം വിശ്വേശ്വരയ്യ. ഗാന്ധിയൻ പ്ലാൻ ആരാണ്? എസ്.എൻ. അഗർവാൾ. ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. ബോംബെ പ്ലാന് JRD ഡാറ്റ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായിട്ടുള്ള കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ബ്രസീലാണ്. ഇതൊക്കെ NCERT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ചോദിച്ചതൊക്കെ കാരജാസ് ഒക്കെ NCERT ക്വസ്റ്റ്യൻസ് ആണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ആസ്ഥാനം തിരുവനന്തപുരമാണ്. 2005 നിലവിൽ വന്നു. റവന്യൂ മന്ത്രിയാണ് ചെയർമാൻ. KSDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസറെ. 1ഉം 4ഉമാണ് ഇതിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് ശരിയായിട്ടുള്ളത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇതെന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലേയത്വം വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? ഓപ്ഷൻ എ ഹെൻറി നിയമമാണ് കേട്ടോ. ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലേയത്വം വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേർ അനുപാതത്തിലായിരിക്കുമെന്ന് പ്രസ്താവിക്കുന്നതാണ് ഹെൻറി നിയമം. താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളിൽ ഏതാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കാത്തത്? ഓപ്ഷൻ ഡി നിറമാണ് കേട്ടോ. അപ്പോൾ സ്വാധീനിക്കുന്നത് ഏതൊക്കെയാണ്? അഭികാരകങ്ങളുടെ ഗാഢത, താപനില, ഉൽപ്രേരകം. ഏതൊക്കെയാണ്? അഭികാരകങ്ങളുടെ ഗാഢത, താപനില, ഉൽപ്രേരകമൊക്കെ എന്താണ്? ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മനുഷ്യകർണത്തിലെ കോർട്ടിയുടെ അവയവത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളുടെ മുകളിലെ സ്തരത്തിന്റെ പേരെന്താണ്? ടെക്ടോറിയൽ സ്തരം എന്നാണ് കേട്ടോ. മനുഷ്യകർണത്തിലെ കോർട്ടിയുടെ അവയവത്തിൽ കാണപ്പെടുന്ന രോമകോശങ്ങളുടെ മുകളിലെ സ്തരത്തിന്റെ പേരാണ് ടെക്ടോറിയൽ സ്തരം. ഇതൊക്കെ NCERT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഹ്യൂമൻ ബ്ലാസ്റ്റോസിറ്റിലെ പുറംപാളിയുടെ പേരെന്ത്? ഓപ്ഷൻ എ പോഷകാരകം എന്നാണ് കേട്ടോ. പോഷകാരകം. ഹ്യൂമൻ ബ്ലാസ്റ്റോസിറ്റിലെ പുറംപാളിയുടെ പേരെന്താണ്? പോഷകാരകം. അപ്പോൾ എന്താണ് ബ്ലാസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനുഷ്യരിൽ ഗർഭധാരണത്തിന് ശേഷം, അതായത് ഗർഭധാരണത്തിന് ശേഷം നമ്മളുടെ ഭ്രൂണവികാസത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ, നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ആദ്യ സ്റ്റേജിൽ രൂപപ്പെടുന്ന ആ ഒരു കോശസഞ്ചയത്തെയാണ് എന്ത് എന്ന് പറയുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പുറം പാളിയുടെ പേരാണ് പോഷകാരകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് കേട്ടോ. ട്രോഫോബ്ലാസ്റ്റ് എന്നാണ്. അതിൻ്റെ മലയാളം വേർഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ മലയാളം വേർഡ്? പോഷകാരകം എന്നുള്ളതാണ് കേട്ടോ. ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ത് ചെയ്യാണ്? ഇത് എന്താണ്? ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ആ ഒരു ഭ്രൂണത്തെ ഉറപ്പിച്ചു നിർത്താനും അതുപോലെ തന്നെ പിന്നീട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രോഫോബ്ലാസ്റ്റ് പ്ലാസൻ്റ ആയിട്ട് മാറുന്നു, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രോഫോബ്ലാസ്റ്റ് എന്തിനാണ് സഹായിക്കുന്നത്? ഭ്രൂണത്തെ എന്താണ് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ എന്താണ് ഉറപ്പിച്ചു നിർത്താനും
എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രോഫോപ്ലാസ്റ്റ് പോഷകാരകം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാസൻ്റയുടെ മലയാളം വേർഡ് അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്ലാസൻ്റയുടെ മലയാളം വേർഡ് എന്താണെന്നറിയോ? മാതൃഫലകം എന്നാണ് കേട്ടോ. മാതൃഫലകം. ഇതൊക്കെ NCERT ക്വസ്റ്റ്യൻ ആണ്. മാതൃഫലകം എന്നാണ് പ്ലാസൻ്റയുടെ മലയാളം മീനിങ് കേട്ടോ. പോഷകാരകത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? ഇതെല്ലാം ഒക്കെ ഒരേ പുതിയ ക്വസ്റ്റ്യൻസ് ആണല്ലേ. നീളത്തിൻ്റെ യൂണിറ്റുകളെ വലുതിൽ നിന്ന് ചെറുത് വരുന്ന രീതിയിൽ ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സിയിൽ എവിടെ ഓപ്ഷൻ? ഇത് ഓൺലൈൻ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ആൻസറും വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് പാർസെക്ക്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ. എന്താണ് ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും കൂടിയ ദൂരങ്ങളെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് എന്ത് എന്ന് പറയുന്നത്? പാർസെക്ക് എന്ന് പറയുന്നത് അല്ലേ. ഒരു പാർസെക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3.26 പ്രകാശവർഷമാണ്. ഒരു പാർസെക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3.26 പ്രകാശവർഷമാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു പാർസെക്ക് എന്നുള്ളത് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു പാർസെക്ക് എത്രയാണ്? 3.26 പ്രകാശവർഷമാണ്. ഇനി അടുത്തത് ഏതാണ്? പ്രകാശവർഷം. എന്താണ് പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് എന്ത് എന്ന് പറയുന്നത്? പ്രകാശവർഷം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഏകദേശം എത്ര വരുന്നു ചോദിച്ചാൽ 9.46 × 10⁻12 കിലോമീറ്റർ ആയിട്ട് വരും കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയെ. 9.46 × 10⁻12 കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് അല്ലേ. ഒരു പ്രകാശവർഷം എന്താണ്? പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒരു AU എന്താണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. AU എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി ദൂരത്തെയാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഏകദേശം എത്ര വരുന്നു ചോദിച്ചാൽ, ഒരു AU എത്ര വരുന്നു ചോദിച്ചാൽ എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ കിലോമീറ്റർ നമുക്കറിയാലോ, ഇതിലും ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതെല്ലാം ഈ പാർസെക്ക്, പ്രകാശവർഷം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ ഇതെല്ലാം എന്തിൻ്റെയാണ്? നീളത്തിൻ്റെ അല്ലെങ്കിൽ ദൂരത്തിൻ്റെ എന്താണ്? അളവുകളാണ്, യൂണിറ്റുകളാണ്. ഓർത്തിരിക്കണേ. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്നതെല്ലാം എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചിട്ട് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. എന്തിൻ്റെയാണ്? നീളത്തിൻ്റെ യൂണിറ്റുകളാണ്. ഓർത്തിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ഇന്ധനങ്ങളിൽ കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കാവുന്നത് ഏതാണ്? ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ. ഏറ്റവും കലോറിക ഈ കൊടുത്തിരിക്കുന്നതിൽ ഇന്ധനങ്ങളിൽ കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ദീർഘകാലമായി നടക്കുന്ന അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ചു രൂപം കൊള്ളുന്ന അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആരവല്ലിയാണ് അല്ലേ. ഇതിൽ കൊടുത്തിരിക്കുന്നത് അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? ആരവല്ലി. താഴെ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? ഈ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണ് കേട്ടോ. മഹാനദിയും കൃഷ്ണയുമാണ് പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവുക. പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? മഹാനദി, കൃഷ്ണയാണ്. മഹാനദി, കൃഷ്ണ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വേഗം കിട്ടില്ല. ഏതാണ്? ക്യാബിനറ്റ് മിഷൻ്റെ അല്ലേ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. കറുപ്പ് അഥവാ ഇരുണ്ട നിറം, നേർത്ത തൂവൽ രൂപം, പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നവ, ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ. ഓപ്ഷൻ സി ആണ് ആൻസറേ. കറുപ്പ് അഥവാ ഇരുണ്ട നിറത്തോട് കാണപ്പെടുന്നത് ഏതാണ്? നിംബസ് ആണ്. നിംബസ് മേഘമാണ്. മേഘങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ LD VFയിലൊക്കെ
സ്ഥിരമായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഈ മേഘങ്ങളെ. കറുപ്പ് അഥവാ ഇരുണ്ട നിറത്തോടു കൂടി കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? നിംബസ് മേഘമാണ്. നേർത്ത തൂവൽ രൂപത്തിൽ കാണപ്പെടുന്നത് ഏതാണ്? സിറസ് മേഘമാണ്. സിറസ് മേഘം എങ്ങനെയാണ് കാണപ്പെടുന്നത്? നേർത്ത തൂവൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്. അടുത്തത് പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നത് ഏതാണ്? ക്യൂമുലസ് ആണ്. പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നത് ഏതാണ്? ക്യൂമുലസ് മേഘമാണ്. ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണപ്പെടുന്നവയാണ് എന്ത് എന്ന് പറയുന്നത്? സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചിട്ട് പോണേ. ഇതിൻ്റെ സവിശേഷതകളൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് പോണേ. കറുപ്പ് അഥവാ ഇരുണ്ട നിറത്തോടു കൂടി കാണപ്പെടുന്നത് ഏതാണ്? നിംബസ് മേഘമാണ്. നേർത്ത തൂവൽ രൂപത്തിൽ കാണപ്പെടുന്നത് ഏതാണ്? സിറസ് മേഘമാണ്. പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നത് ഏതാണ്? ക്യൂമുലസ് മേഘങ്ങളാണ്. ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണപ്പെടുന്നവ ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ആൻസറേ. താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ്? ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെട്ടത്. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള വിവരണം ഓപ്ഷൻ എ ആണ്. 1, 2, 4 മാത്രമാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഏതൊക്കെയാണ് നമുക്ക് ശരിയായിട്ടുള്ളത് പഠിക്കാവേ. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ളൊരു ഭൂപ്രദേശമാണ്. പഠിച്ചിട്ട് പോവുക. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായിട്ടുള്ള ത്രികോണാകൃതിയിലുള്ളൊരു ഭൂപ്രദേശമാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് എന്ത് രൂപപ്പെട്ടിട്ടുള്ളത്? ഉപദ്വീപീയ പീഠഭൂമി രൂപപ്പെട്ടിട്ടുള്ളത്. ശരാശരി ഉയരം എത്രയാണ്? 600 മുതൽ 900 മീറ്റർ വരെയാണ്. ഓക്കെ അല്ലേ? താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ചിട്ട് ക്രമത്തിൽ വിന്യസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേഗം കണ്ടുപിടിച്ചേ. ഓപ്ഷൻ ഡി ആണ് ആൻസറേ. ആദ്യം എന്ത് വരും? ട്രോപ്പോസ്ഫിയർ ആദ്യം വന്നു. പിന്നീട് എന്ത് വരുന്നു? സ്ട്രാറ്റോസ്ഫിയർ. ശേഷം എന്ത് വരുന്നു? മീസോസ്ഫിയർ. പിന്നെയാണ് എന്ത് വരുന്നത്? തെർമോസ്ഫിയർ വരുന്നത്. ഓക്കെ അല്ലേ? ഏറ്റവും ആദ്യം കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഏറ്റവും ആദ്യം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അതിനുശേഷമാണ് എന്ത് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. അതിനുശേഷം മീസോസ്ഫിയർ. അതിനുശേഷം തെർമോസ്ഫിയർ. ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 1985 52-ാം ഭരണഘടനാ ഭേദഗതിയുമാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1985 52-ാം ഭരണഘടനാ ഭേദഗതി. താഴെ കൊടുത്തവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് ശരിയല്ലാത്തത് കേട്ടോ. കേരള കലാമണ്ഡലം എവിടെയാണ്? തൃശ്ശൂരാണ്. യക്ഷഗാനത്തിൻ്റെ പിതാവ് ആരാണ്? പാർത്തി സുബ്ബയാണ്. കുരുമാണി മാധവ ചാക്യാർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൂടിയാട്ടം കലാകാരനാണ് അല്ലേ? കൂടിയാട്ടം കലാകാരനാണ് മാണി മാധവ ചാക്യാർ എന്ന് പറയുന്നത്. പാട്ടബാക്കി ആരെഴുതിയതാണ്? കെ ദാമോദരൻ്റെ കൃതിയാണ് അല്ലേ? കെ ദാമോദരൻ എഴുതിയതാണ്. അപ്പോൾ കേരള കലാമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരാണ്. യക്ഷഗാനത്തിൻ്റെ പിതാവാരാണ്? പാർത്തി സുബ്ബയാണ്. ഗുരുമാണി മാധവ ചാക്യാർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പാട്ടബാക്കി എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ ആരുടെയാണ്? നാടകം ആരുടെയാണ്? കെ ദാമോദരൻ്റെയാണ്. ഓക്കെ അല്ലേ? ശ്രീ ചിത്തിര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏതാണ്? നവംബർ 12, 1936. 1936 നവംബർ 12-നാണ് എന്ത്? ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ പുറപ്പെടുവിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഈഴവ ജനതയെ പ്രതിനിധീകരിച്ച് ആരംഭിച്ച കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ഡി CV കുഞ്ഞിരാമനാണ് അല്ലേ? CV കുഞ്ഞിരാമനാണ് കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1857 കലാപത്തിൻ്റെ പരിണിത ഫലമല്ലാത്തത് ഏതാണ്?
ഓപ്ഷൻ സി, കമ്പനി ചാർട്ടർ 20 വർഷത്തേക്ക് പുതുക്കപ്പെട്ടു എന്നുള്ളത് എന്താണ്? ഈ 1857 കലാപത്തിൻ്റെ പരിണിതഫലമല്ല. ബാക്കി ആയത് ഏതൊക്കെയാണ്? ഗവർണർ ജനറൽ തുടർന്ന് എന്തായി? വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. പിന്നെന്താണ്? കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് വിരാമമിട്ടു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടു. ഇത്രയുമാണ് 1857 കലാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് പറയപ്പെടുന്നത്. എന്തൊക്കെയാണ്? ഗവർണർ ജനറൽ എന്ന പദവി എങ്ങനെ അറിയപ്പെട്ടു? വൈസ്രോയി ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. ഈ കലാപം എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് വിരാമമിട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവിടെ നിർത്തി. പിന്നെന്താണ്? അതെന്ത് ചെയ്തു? നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി എന്ത് ചെയ്തു? ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയുടെ വിദേശ നയ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്കുള്ള ഇടപെടലും പരിഹരിക്കലുമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. ഏതൊക്കെയാണ്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, അന്തർദേശീയ സമാധാനം ഊട്ടിയുറപ്പിക്കുക എന്നിവ എന്തിൽ പെടുന്നു? ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയുടെ വിദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണ്? ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, അന്തർദേശീയ സമാധാനം ഊട്ടിയുറപ്പിക്കുക. ഇത് മൂന്നും പഠിക്കണേ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മധ്യവർഗ സമൂഹത്തിൻ്റെ അവസ്ഥ മാറ്റമില്ലാതെ തുടർന്നു എന്ന് പറയുന്നത് എന്താണ്? തെറ്റ്. നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായ വാദ്വാൻ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ, മഹാരാഷ്ട്രയിലാണ് കേട്ടോ. നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായിട്ടുള്ള വാദ്വാൻ ഏതാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. വടക്ക് പടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്കുകിഴക്കുള്ള യമുന നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര ഭാരതത്തിലെ സമതലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, പഞ്ചാബ് ഹരിയാന സമതലം. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വടക്ക് പടിഞ്ഞാറുള്ള സത്ലജ് നദീതടം മുതൽ തെക്ക് കിഴക്കുള്ള യമുന നദീതടം വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര ഭാരതത്തിലെ സമതലം എന്ത് പേരിൽ അറിയപ്പെടുന്നു? പഞ്ചാബ് ഹരിയാന സമതലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളുടെ ഈ സമതലങ്ങളെല്ലാം ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം, രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവസാന പഞ്ചവത്സര പദ്ധതിയുടെ വിശാലമായ കാഴ്ചപ്പാട് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, വേഗമേറിയതും സുസ്ഥിരവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അവസാന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏതാണ്? സുസ്ഥിര വികസനം. പുതിയ കാർഷിക തന്ത്രം താഴെ പറയുന്നവയിൽ ഏതിനെ കുറിച്ചാണ്? ഈ പറഞ്ഞതിലെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ചില പ്രത്യേക വിളകളുടെ ഏക്കറിലെ വിളവ് വർധനവ്, ഒന്നിലധികം വിളകൾ പ്രോത്സാഹിപ്പിക്കൽ, നിർദ്ദിഷ്ട വിളകൾക്ക് ആധുനിക കാർഷിക രീതികളുടെ ഉപയോഗം, ഇതെല്ലാം എന്താണ്? പുതിയ കാർഷിക തന്ത്രം ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി, സിക്കിം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? എം എൻ റോയി ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അസംബ്ലി രൂപീകരിക്കുന്നത് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തു. 1946 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി ആദ്യമായി വിളിച്ചു ചേർത്തു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡന്റായി നിയമിച്ചു. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 4 എന്തല്ല? ശരിയല്ല. എം എൻ റോയി ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം, എം എൻ റോയിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്കൊരു ഭരണഘടന എന്നുള്ള ആശയം കൊണ്ടുവരുന്നത്. അസംബ്ലി രൂപീകരിക്കുന്നതിന് 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനാണ് ശുപാർശ ചെയ്തത്. 1946 ഡിസംബർ 9 ഭരണഘടന നിർമ്മാണ സഭ എന്ത് ചെയ്തു? ആദ്യമായിട്ട് വിളിച്ചു ചേർത്തു. ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 9 എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളനം കൂടിയ ഇതെന്നാണെന്ന് ചോദിക്കാറുണ്ട്. എന്നാണ്? 1946 ഡിസംബർ 9. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ, ഡോക്ടർ അരവിന്ദ് പനഗരിയ.
മിനി ഭരണഘടന എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതികൾ ഏതാണ്? ഏതാണ്? 42-ാമത്തെയാണല്ലേ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2 മാത്രമാണ്. താഴെ പറയുന്ന കേസുകളിൽ ഏത് കേസാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടന സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി കേശവാനന്ദ ഭാരതി കേസാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെക്കുറിച്ച് വിധിച്ചിരിക്കുന്നത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. ഏത് ഭരണഘടനയാണ് ഇന്ത്യ സംസ്ഥാന നയത്തിൻ്റെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അംഗീകരിച്ചത്? ഓപ്ഷൻ എ അമേരിക്കയും ഐറിഷുമാണ് കേട്ടോ. അമേരിക്കയും ഐറിഷുമാണ്. ഇന്ത്യ സംസ്ഥാന നയത്തിൻ്റെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും അംഗീകരിച്ചിരിക്കുന്നത് ഏത് ഭരണഘടനയാണ്? അമേരിക്കയും ഐറിഷും. സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലേ. നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത്, നമ്മുടെ നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. പൗരത്വത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരനും വിദേശികൾക്കും ബാധകമാണ്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ. വിദേശികൾക്ക് ഈ അവകാശം നിഷേധിക്കുന്നു. ഓപ്ഷൻ സി ആണ് പ്രസ്താവന 2 ശരിയാണ്. എന്താണ് 2-ൽ പറയുന്നത്? ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഭരണഘടന നൽകുന്നുള്ളൂ. വിദേശികൾക്ക് എന്താണ് ഈ ഒരു അവകാശം നിഷേധിക്കുന്നുണ്ട്. സംസ്ഥാനമോ മറ്റേതെങ്കിലും അതോറിറ്റിയോ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവ് ഏതാണ്? അന്യായമായിട്ട് തടങ്കിൽ വെക്കുന്ന ഒരാളെ എന്താണ് ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ് ആണ് അല്ലേ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ അല്ലെ. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. ചിക്കൻ പോക്സിൻ്റെ രോഗകാരി ഒരു ഡാഷ് ആണ്. എന്താണ്? ബാക്ടീരിയ ആണോ? അല്ല അല്ലേ, വൈറസ് ആണ് അല്ലേ. ചിക്കൻ പോക്സിൻ്റെ രോഗകാരി എന്താണൊരു വൈറസ് ആണ്. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അവയവദാന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. മനുഷ്യനിൽ പ്രോട്ടീനിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ഏതാണ്? ഓപ്ഷൻ സി ട്രിപ്സിൻ ആണ് കേട്ടോ. മനുഷ്യനിൽ പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ഏതാണ്? ട്രിപ്സിൻ ആണ്. അറിയുന്നില്ലെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ഗ്രാഫൈറ്റ് കാർബണിൻ്റെ ഒരു ഡാഷ് ആണ്. എന്താണ്? അലോട്രോപ്പാണ്. ഒരു രൂപാന്തരമാണ് അല്ലേ. ഗ്രാഫൈറ്റ് എന്താണ്? കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. ഒരു ദ്രവത്തിൻ്റെ വാതകമർദ്ദം അന്തരീക്ഷമർദ്ദത്തിന് തുല്യമായിരിക്കുന്ന താപനിലയെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ സി ബോയിലിംഗ് പോയിന്റ് എന്നാണ് കേട്ടോ. ഒരു ദ്രവത്തിൻ്റെ വാതകമർദ്ദം അന്തരീക്ഷമർദ്ദത്തിന് തുല്യമായിരിക്കുന്ന താപനിലയെ എന്ത് പറയുന്നു? ബോയിലിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഒരുപാട് നമുക്ക് നല്ല പുതിയ പോയിന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇന്നൊക്കെ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്